ഇൻവോയ്സ് അല്ലെങ്കിൽ കണ്ടൻസ് ഓഫ് ബിൽസ് ഓഫ് സപ്ലൈ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് ഈസ് ടു ബി ഡീറ്റെയിൽഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോൻ്റെ അകത്ത് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സീ വാട്ട് ഈസ് മെൻ ബൈ എ ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് ഇൻവോയ്സസ്, ജി എസ് ടിയിലുള്ള രണ്ട് ടൈപ്സ് ഓഫ് ഇൻവോയ്സസ് എന്ന് പറയുന്നത് ഒന്ന് ടാക്സ് ഇൻവോയ്സ് ആണ്, രണ്ടാമത്തെ ബിൽ ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യേണ്ടത്, ആരാണ് ബിൽ ഓഫ് സപ്ലൈ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയാം. നമുക്ക് വീഡിയോയിൽ അത് ആ സെക്ഷൻ എത്തുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബിഫോർ ഡിസ്കസിങ് വാട്ട് ഈസ് ടാക്സ് ഇൻവോയ്സ്, വാട്ട് ഈസ് മെൻ ബൈ ഇൻവോയ്സ് ആക്ച്വലി. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലി സ്പീക്കിംഗ്, ഇൻവോയ്സ് ഈസ് എ കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ എ സെല്ലർ ടു എ ബയർ. നമുക്കൊക്കെ അറിയാം ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാം. ഇൻവോയ്സിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് ഐഡൻറ്റിഫൈസ് ബോത്ത് ദി ട്രേഡിംഗ് പാർട്ടീസ്, ബയർ ആൻഡ് സെല്ലർ, ബോത്ത് ദി ട്രേഡിംഗ് പാർട്ടീസ്, ആൻഡ് ദ ലിസ്റ്റ് describes and quantifies the items sold, shows the date of shipment and mode of transport, prices and discounts if any, and the delivery and payment terms. അപ്പോൾ നമ്മൾ ഗുഡ്സ് സെല് ചെയ്യുന്ന കേസിലാണെങ്കിൽ ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് ബയർ ആൻഡ് സെല്ലർ ഉണ്ടാകും, ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ്, എല്ലാ കാര്യങ്ങളും, അതിൻ്റെ എന്നാണ് അത് ഷിപ്മെൻറ്റ്, അതിൻ്റെ മോഡ് ഓഫ് ഡെലിവറി, പേയ്മെൻറ്റ് ആൻഡ് എവറിത്തിങ് ദർ വിൽ ബി ഇൻ ദി ഇൻവോയ്സ്. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്താണെന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇൻവോയ്സ് എന്താണെന്നുള്ളത് ക്ലിയറായി. ഇനി നമുക്ക് ടാക്സ് ഇൻവോയ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇൻവോയ്സ് അണ്ടർ GST. അണ്ടർ GST regime, an invoice or tax invoice means the tax invoice referred to in section 31 of CGST Act 2017. That is the meaning of tax invoice under GST. Tax invoice എന്ന് പറഞ്ഞാൽ that is the tax invoice referred to in section 31 of the CGST Act. അപ്പോൾ സെക്ഷൻ 31 ഓഫ് CGST ആക്ടിൽ എന്താണ് ഇൻവോയ്സിനെ മീൻ ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ടാക്സ് ഇൻവോയ്സിൻ്റെ ഒരു സ്പെസിമനാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങളൊന്ന് നോക്കിക്കേ, ജസ്റ്റ് നോക്കിക്കേ. ഇതിൽ സപ്ലയർ ഉണ്ട്, അതേപോലെ ബയർ ഉണ്ട്, പിന്നെ HSN കോഡ്, ക്വാണ്ടിറ്റി, റേറ്റ്, amount, and what is the rate of GST, and there is also one signature. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. ദിസ് ഈസ് വൺ ഓഫ് ദി ടാക്സ് ഇൻവോയ്സ്, സ്പെസിമെൻ ഓഫ് ടാക്സ് ഇൻവോയ്സസ്, റൈറ്റ്? ഓക്കെ, വി ക്യാൻ കം ബാക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടാക്സ് ഇൻവോയ്സ് അണ്ടർ GST മീൻസ് ടാക്സ് ഇൻവോയ്സ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 31 ഓഫ് CGST ആക്ട്. CGST ആക്ടിൽ പറഞ്ഞ ടാക്സ് ഇൻവോയ്സ് ആണ് ടാക്സ് ഇൻവോയ്സ് അണ്ടർ GST. അപ്പോൾ സെക്ഷൻ 31 ഓഫ് CGST ആക്ട് 2017 mandates the issuance of an invoice or bill of supply for every supply of goods or services. അപ്പോൾ നമുക്ക് GST എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സിനുണ്ട്, സപ്ലൈ ഓഫ് സർവീസസിനുണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് ഇൻവോയ്സസ് ഉണ്ട് GSTയിൽ. ഒന്ന് ടാക്സ് ഇൻവോയ്സ് ആണ്, രണ്ടാമത്തെ ബിൽ ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ സെക്ഷൻ 31 ഓഫ് CGSTയിൽ എന്താ സ്പെസിഫൈ ചെയ്യുന്നത്, എന്താ മാൻഡേറ്റ് ചെയ്യുന്നത്, എന്താ കമ്പൽസറി ആക്കുന്നത്? ഫോർ ദ എവറി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ദ ഇഷ്യൂവൻസ് ഓഫ് ഐദർ ദിസ് ടാക്സ് ഇൻവോയ്സ് ഓർ ബിൽ ഓഫ് സപ്ലൈ ഈസ് മാൻഡേറ്ററി. ഇനി എ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് ടാക്സബിൾ ഗുഡ്സ്, രണ്ട് ടൈപ്സ് ഓഫ് ഐറ്റംസ് പറഞ്ഞു, ഒന്ന് ഗുഡ്സ് ആണ്, ഒന്ന് സർവീസസ് ആണ്, രണ്ടിനും GST അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് സപ്ലൈയിങ് ടാക്സബിൾ ഗുഡ്സ് ഷാൽ ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ്. ദ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ്, അതിൻ്റെ ടൈമും കൂടെ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഷുഡ് ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ സപ്ലൈ ടു ദി റെസിപ്പിയൻറ്റ്. And where the supply does not involve the movement of goods, the invoice shall be issued when the goods made available to the recipient. So tax invoice that is to be mandatorily given by, issued by a registered person who is supplying taxable goods to the recipient, to the buyer. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷൻ സപ്ലൈ ഓഫ് ടാക്സബിൾ സർവീസസിൻ്റെ കേസിൽ എ രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ സപ്ലൈയിങ് ടാക്സബിൾ സർവീസസ്
shall before or after the provision of service but within a prescribed period. For different types of services there are certain prescribed time period. Within that period shall issue a tax invoice showing the description, value, the tax charged thereon and such other particulars as may be prescribed. അപ്പോൾ നമ്മൾ ടാക്സ് ഇൻവോയ്സിൻ്റെ ഒരു സ്പെസിമെൻ നിങ്ങൾക്ക് ഞാൻ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് എന്തൊക്കെ കണ്ടൻസ് ഉള്ളത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് ഈ ടാക്സ് ഇൻവോയ്സ് അതുപോലെ ബിൽ ഓഫ് സപ്ലൈ ഇത് രണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നോക്കാം. ബിൽ ഓഫ് സപ്ലൈ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് അതല്ലാത്തവരൊക്കെ എന്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ടാക്സ് ഇൻവോയ്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. റൈറ്റ്, യു ജസ്റ്റ് സീ ദിസ് പിക്ചർ. ഇതിൻ്റെ അകത്ത് കണ്ടോ, എ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് അല്ലെങ്കിൽ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം shall prepare a bill of supply instead of a tax invoice. കണ്ടോ അവിടെ ഒരു സിമ്പിൾ കണ്ടല്ലോ നിങ്ങൾ. ആൻഡ് ദിസ് ടു രജിസ്റ്റേർഡ് പേഴ്സൺസ് they have to prepare a bill of supply in lieu of instead of a tax invoice. അപ്പോൾ ആരാണ് എന്താണ് ബിൽ ഓഫ് സപ്ലൈ പ്രിപ്പയർ ചെയ്യേണ്ടത്? രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. രജിസ്റ്റേർഡ് പേഴ്സൺ ഹൂ ഈസ് സപ്ലൈയിങ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസസ്. എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. എക്സംപ്റ്റഡ് ഗുഡ്സ് മാത്രം അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സർവീസസ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യേണ്ടത് ബിൽ ഓഫ് സപ്ലൈ ആണ്, നോട്ട് എ ടാക്സ് ഇൻവോയ്സ്. അതുപോലെ തന്നെ എ പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ ലെവി എന്ന് വെച്ചാൽ എന്താണ്? കോമ്പോസിഷൻ സ്കീം is a simple and easy scheme under GST for taxpayers. Means small taxpayers can get rid of tedious GST formalities and pay GST at a fixed rate of turnover. And this is opted by the taxpayer whose turnover is less than rupees 1.5 crores. അപ്പോൾ ടാക്സ് പെയർ അണ്ടർ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത് എന്താണ്? GST ഫോർമാലിറ്റീസിൽ നിന്ന് അവർ വേവ് ചെയ്യാൻ വേണ്ടിയിട്ട് a taxpayer whose turnover is less than rupees 1.5 crore can prepare a bill of supply instead of a tax invoice. ഇനി GST അണ്ടർ കോമ്പോസിഷൻ സ്കീം ആർക്കൊക്കെ ചൂസ് ചെയ്യാം? ഒരു ടാക്സ് പെയറിൻ്റെ ടേൺ ഓവർ 1.5 crores എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ദ മാനുഫാക്ചറർ ഓഫ് ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ and a casual taxable person, business which supply goods through e-commerce operator, a non-resident taxable person. ഇതൊക്കെ ആരാണ്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്? ഒക്കേഷണൽ ട്രാൻസാക്ഷൻ ഉള്ള ആൾ. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻറ്റ് ആസ് പെർ ദ ഇൻകം ടാക്സ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ദാറ്റ് 182 ഡേയ്സിൽ കുറവ് ഇന്ത്യയിൽ സ്റ്റേ ഉള്ള ഒരാളുടെ നമ്മൾ നോൺ റെസിഡൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ അവരൊക്കെ കേസിൽ അവരുടെ ടേൺ ഓവർ 1.5 crore എക്സീഡ് ചെയ്യുന്നവരോ അതിൽ താഴെയാണോ എന്നുള്ളതൊക്കെ ഇമ്മെറ്റീരിയൽ ആണ്. ദേ കനോട്ട് ഓപ്റ്റ് ഫോർ ദിസ് കോമ്പോസിഷൻ സ്കീം. അപ്പോൾ എ പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം ക്യാൻ ഓൾസോ ഓപ്റ്റ് ഫോർ എ ബിൽ ഓഫ് ക്യാൻ പ്രിപ്പയർ എ ബിൽ ഓഫ് സപ്ലൈ ഇൻസ്റ്റെഡ് ഓഫ് എ ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ദർ ആർ 2 types of invoices in GST as we already told. One is tax invoice, രണ്ടാമത്തത് ബിൽ ഓഫ് സപ്ലൈ ആണ്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ, ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ സെയിൽ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസസ് ടു പ്രിപ്പയർ എ ടാക്സ് ഇൻവോയ്സ് and they have to keep a common bill book for their local sales, central sales and export sales. Right. GST ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കോമൺ ബിൽ ബുക്ക് ആവണം. ലോക്കൽ സെയിൽസിനും സെൻട്രൽ ആണെങ്കിലും അതുപോലെ എക്സ്പോർട്ട് സെയിൽ ആണെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സൺ കോമൺ ബിൽ ബുക്ക് ആവണം കീപ്പ് ചെയ്യേണ്ടത്. ഇതിന് സീരിയൽ നമ്പറൊക്കെ ഉണ്ടാവും അല്ലേ. ഇനി ബിൽ ഓഫ് സപ്ലൈ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? എക്സംപ്റ്റഡ് ഐറ്റംസ് സെയിൽ ചെയ്യുന്ന ആൾ, അതുപോലെ കോമ്പോസിഷൻ ഡീലർ. ഈ 2 പാർട്ടീസാണ് ബിൽ ഓഫ് സപ്ലൈ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോമ്പോസിഷൻ സ്കീം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്തത്. ഇനി ഇതും കൂടെ ഒന്ന് പറയാം. ഈ ഇൻവോയ്സ് ഓർ ക്വിക്ക് റെസ്പോൺസ് കോഡ് കംപ്ലയൻസ്, QR കോഡ് കംപ്ലയൻസ്
From 1st October 2020, a registered person with an aggregate turnover or revenue of rupees 500 crore or more in a financial year 2019-20 have been mandated to issue e-invoice to a registered person. Right? അപ്പോൾ 500 crore എക്സീഡ് ചെയ്യുന്ന ഇൻകം ടേൺ ഓവർ ഉള്ള രജിസ്റ്റേർഡ് പേഴ്സൺസ് ഈ ഇൻവോയ്സിംഗ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഇൻവോയ്സിംഗ് ചെയ്യുന്നതുകൊണ്ട് ദർ ആർ ലോട്ട്സ് ഓഫ് അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ടു ദി ബിസിനസ്. എന്തൊക്കെയാണ്? ദർ ആർ സ്റ്റാൻഡർഡൈസേഷൻ, പ്രോസസ്സിംഗ് കോസ്റ്റ്, റിഡക്ഷൻ ഇൻ ഡിസ്പ്യൂട്ട്സ്. ബേസിക്കലി ദിസ് സ്കീം ദാറ്റ് വിൽ ഹെൽപ്പ് ദ ഗവൺമെൻറ് ഫോർ റിഡ്യൂസിങ് ഓർ ഫോർ അവോയ്ഡിങ് ടാക്സ് അവോയ്ഡൻസ്. അപ്പോൾ പ്രോപ്പറായിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവോയ്സ് സ്കീം അല്ലെങ്കിൽ QR കോഡ് കംപ്ലയൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് 500 crore അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള രജിസ്റ്റേർഡ് പേഴ്സൺസൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇലക്ട്രോണിക് ഇൻവോയ്സ് ആണ്. റൈറ്റ്? ഓക്കെ. അപ്പോൾ ബിൽ ഓഫ് സപ്ലൈ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒന്ന് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസസ് ഡീൽ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ്, അതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീമിൽ GST കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് പേഴ്സൺസ്. അപ്പോൾ അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? കണ്ടൻസ് ഓഫ് ബിൽ ഓഫ് സപ്ലൈ, നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് GST IN ഓഫ് ദി സപ്ലയർ, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് റെസിപ്പിയൻറ്റിൻ്റെ നെയിം, അഡ്രസ് ആൻഡ് GST IN, കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, HSN കോഡ് ഓഫ് goods or accounting code for services, description, the value of supply of goods or services or both, taking into account the discount or any deduction if any, signature or digital signature of the supplier or his authorized signator. Likewise in case of ടാക്സ് ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്തും എന്ത് വേണം? നെയിം, അഡ്രസ് ആൻഡ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് GST IN ഓഫ് ദി സപ്ലയർ, കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി GST IN ഓഫ് ദി റെസിപ്പിയൻറ്റ്, HSN കോഡ് എന്താണെന്നുള്ളത് പറയാം, ഡിസ്ക്രിപ്ഷൻ, യൂണിറ്റ്സ്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട്സ്, ഡിഡക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത്, റേറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് ടാക്സ്, പ്ലേസ് ഓഫ് സപ്ലൈ അലോങ് വിത്ത് ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ്, പിന്നെ വെദർ ദ ടാക്സ് ഈസ് പേയബിൾ ഓൺ എ റിവേഴ്സ് ചാർജ് ബേസിസ്, സിഗ്നേച്ചർ ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് ദി സപ്ലയർ ഓർ ഹിസ് ഓതറൈസ്ഡ് പേഴ്സൺ. HSN കോഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എ കോഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ഓൾ ഓവർ ദി വേൾഡ്. HSN കോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ യൂണിഫോം കോഡ് ആക്സെപ്റ്റഡ് വേൾഡ് വൈഡ്. അപ്പോൾ അതിൽ 6 ഡിജിറ്റ് കോഡ് ഉണ്ടാകാം, 2 ഡിജിറ്റ്, 4 ഡിജിറ്റ്, 8 ഡിജിറ്റ് കോഡ്സൊക്കെ ഉണ്ടാകാം. 4 ഡിജിറ്റ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടേൺ ഓവർ മോർ ദാൻ 5 crore rupees ആണ്. 2 ഡിജിറ്റ് ആണെങ്കിൽ ടേൺ ഓവർ 1.5 crore to 5 crores ആകുമ്പോൾ 2 ഡിജിറ്റ് HSN കോഡാണ് യൂസ് ചെയ്യേണ്ടത്. 8 ഡിജിറ്റ് കോഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അപ്പോൾ HSN കോഡ് എന്ന് പറയുന്നത് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ദാറ്റ് ഈസ് എ യൂണിഫോം കോഡ് ഫോർ ഗുഡ്സ് ഓൾ ഓവർ ദി വേൾഡ്. റൈറ്റ്? അപ്പോൾ 4 ഡിജിറ്റ് ആകാം, 8 ഡിജിറ്റ് ആകാം, 2 ഡിജിറ്റ്, അങ്ങനെ കോഡ് മേ ബി ഡിഫറെൻറ്റ്, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടേൺ ഓവർ ഓഫ് ദി പേഴ്സൺ. ഓക്കെ. ഇനി നമുക്കൊന്നും കൂടെ എന്ത് ചെയ്യാം? ഈ കണ്ടൻസ് നമുക്ക് ഒരു GST ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. റൈറ്റ്? ഓക്കെ. കണ്ടല്ലോ ഇവിടെ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നെയിം ആൻഡ് അഡ്രസ് ആൻഡ് GST IN ഓഫ് ദി സപ്ലയർ, ഓഫ് ദ റെസിപ്പിയൻറ്റ്, ഇതേപോലെ ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ് ആൻഡ് GST IN, HSN കോഡ് കണ്ടു, ക്വാണ്ടിറ്റി ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, ടോട്ടൽ എമൗണ്ട്, എന്താണ് GST റേറ്റ്, സിഗ്നേച്ചർ. These are the details that are to be there in the tax invoice under GST. അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ആണെങ്കിലും അതിൻ്റെ അകത്തും ഉണ്ടാകേണ്ട കണ്ടൻസ് ഇതാണ്. ഓക്കെ. ദെൻ ഐ വിൽ ഷോ യു സം ഓഫ് ദ സ്ലൈഡ്സ്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? GST law mandates that any registered person buying goods or services from any person